നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ ഷവർമ. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായി എന്തെല്ലാമാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ബോൺലെസ് ചിക്കൻ 250 ഗ്രാം എടുത്തു വച്ചിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, സാദാ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 സ്പൂൺ മതി. മല്ലിപ്പൊടി 1/4 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/2 സ്പൂൺ, നല്ല ജീരകം പൊടിച്ചത് 1/4 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, തൈര് 2 സ്പൂൺ, ചെറുനാരങ്ങ നീര് 2 സ്പൂൺ, ഉപ്പ് പാകത്തിന്. നമുക്ക് ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലേക്ക് എടുക്കാവൂ. അല്ലെങ്കിൽ നമ്മൾ ഈ മിക്സൊക്കെ ചേർക്കണ സമയത്ത് വെള്ളം കൂടും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് പിഴിഞ്ഞു കളയണം. ഞാൻ ചിക്കൻ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തേക്കാണ്. ഇത് കട്ട് ചെയ്യാതെ തന്നെ വലിയൊരു പീസ് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ അതിൽ ടേസ്റ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, തൈര്, പിന്നെ ഞാൻ ഇതിലേക്ക് സ്വല്പം ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഏത് ഓയിലാണ് ഇത് പാകം ചെയ്യണമെങ്കിൽ അതാവാം. സൺഫ്ലവർ ഓയിലായാലും മതി. ഞാൻ ഒലീവ് ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യണത്. സാധാരണ ഞാൻ ഉപ്പും മുളകൊക്കെ പുരട്ടി ചിക്കനിൽ പുരട്ടി വെച്ച് വേവിക്കണ ഇതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കണമെങ്കിൽ അത് കുറച്ച് ഒഴിച്ചിട്ട് തിരുമ്മി വെക്കാറുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈ വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എങ്കിലാണ് അതിലെല്ലാത്തിലും നന്നായിട്ട് ഇത് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നേരം ഇത് ഉപ്പെല്ലാം പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഉപ്പിലിട്ട കുക്കുംബർ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ ഒരു കുക്കുംബറിൻ്റെ പകുതി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അന്നേരം ഇത് ശരിക്കും ഉപ്പിലിട്ട ഒരു കുക്കുംബറിൻ്റെ അതുപോലെ ആയിട്ട് കിട്ടും. നമുക്ക് ഇതിലേക്ക് കുക്കുംബർ, അതായത് കക്കിരി എന്ന് പറയുന്നതാണ്, അത് ഇതിൽ ഇട്ട വളരെ ടേസ്റ്റാണ്. അപ്പോൾ അത് മുന്നേ ഒന്നും ഉപ്പിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ അത് മുന്നേ തന്നെ ക്യാരറ്റ് ഉപ്പിലിട്ടിട്ട് ഇതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിടാം. അപ്പോൾ നമുക്കിതിലേക്ക് അതിനായിട്ട് കുക്കുംബർ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യണതിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും 2 ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുബൂസ് ഉണ്ടാക്കണം. ഈ ഷവർമ ഫില്ല് ചെയ്യാനായിട്ട് കുബൂസ് ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാൻ കുബൂസ് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചിക്കൻ നമ്മൾ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുബൂസ് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് പുളിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിനായി നമുക്ക് ഒരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് ചെറിയ ചൂടുവെള്ളം, അതായത് നല്ല തിളച്ച വെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം നമുക്ക് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം.
അല്ലെങ്കിൽ നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളം ആഡ് ചെയ്താലും മതി. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് പൊങ്ങാനായിട്ട്, അതായത് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുബൂസിലേക്കുള്ള ഗോതമ്പെല്ലാം എടുത്ത് തയ്യാറാക്കി വെക്കാം. അതിനായി ഞാൻ 100 ഗ്രാം ഗോതമ്പ് പൊടിയും 200 ഗ്രാം മൈദയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം ഈസ്റ്റ് ഒഴിച്ച് പിന്നീട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഒലീവ് ഓയിലാണ് ആഡ് ചെയ്യണത്. നമുക്ക് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴക്കണം. നമ്മൾ കുഴക്കണ സമയത്ത് ഇനി നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. എനിക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. ഞാൻ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കുകയാണ്. നിങ്ങൾക്ക് വെള്ളത്തിനനുസരിച്ച് വേണം കുഴക്കാൻ, ഒരിക്കലും വെള്ളം കൂടരുത്. ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. എങ്കിലേ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായി പൊങ്ങി വരുള്ളൂ. നന്നായിട്ട് കുഴച്ച് മൂടി വെക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് 2 മണിക്കൂർ നേരം അടച്ച് മാറ്റി വയ്ക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാൻ പാൻ വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്, ഡീപ് ഫ്രൈ അല്ല. ലെമൺ ഗാർലിക് ചിക്കനിൽ ഞാൻ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്, അതുപോലെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ബ്രസ്റ്റ് ഭാഗമാണ് ഇതിനായിട്ട് കൂടുതൽ നല്ലത്. അത് കട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മുളക് ഇതെല്ലാം പരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതാക്കി കട്ട് ചെയ്താൽ മതി. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എനിക്കതൊരു ടേസ്റ്റ് കുറവായിട്ടാണ് തോന്നിയത്. ഞാനത് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതിലെ മുളക് ഉപ്പൊക്കെ ശരിക്ക് പിടിക്കാത്ത പോലെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യണത്. ഇതിങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷവും നമുക്ക് പിന്നീടും ഇത് ചെറുതാക്കി കട്ട് ചെയ്യേണ്ടതുണ്ട്. എങ്കിലും ഇത് ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം. തീ കുറച്ചിട്ട് നമുക്ക് ഇത് സാവകാശം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ ഇപ്പോൾ കുബൂസിന് പകരം ഞാൻ ഒരു ചപ്പാത്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് പോക്കറ്റ് ചപ്പാത്തി, ലെയർ ചപ്പാത്തി പറഞ്ഞിട്ട് മടക്ക് ചപ്പാത്തി. ആ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഈ ഷവർമ അതിലേക്ക് ഫിൽ ചെയ്തിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ആ വീഡിയോ കാണാത്തവർ ദയവ് ചെയ്ത് അത് കണ്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് സാവകാശം മറച്ചിടാം. ചെറുതായതുകൊണ്ട് മറച്ചിടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമുക്ക് ഇത് ഓരോന്നായിട്ട് മറച്ചിടാം. ചിക്കൻ ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് പരത്തി ചുട്ടെടുക്കാം. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് വീർത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓരോ ചെറിയ ഉരുളകളായത്, ചെറിയ ഉരുള എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കണ ഉരുളയായിട്ടും ഒരു സ്വല്പം വലിയ ഉരുളകളായിട്ട് വേണം നമുക്ക് ഇത് എടുക്കാനായിട്ട്. അതുപോലെ ചപ്പാത്തി പരത്തുന്നതിലും സ്വല്പം കനം കൂട്ടി വേണം
പരത്താൻ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പരത്തി ചുട്ടെടുക്കാൻ പറ്റും. ചപ്പാത്തി കല്ലിൽ വെച്ച് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും, നല്ല മയമുണ്ട്, പരത്താൻ വളരെ സുഖമാണ്. അങ്ങനെ എല്ലാം പരത്തി കഴിഞ്ഞ് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. കുബൂസ് ഇങ്ങനെ മറച്ചിട്ട് കൊണ്ടേ ഇരിക്കണം, എങ്കിലാണ് അത് നന്നായിട്ട് പൊള്ളച്ച് വരിക. ഒരു സൈഡ് ഇത്തിരി ആയി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡാക്കുക, ആ സമയം തന്നെ പിന്നെയും മറിച്ചിടുക. അങ്ങനെ മറിച്ചിട്ട് കൊണ്ടേ ഇരിക്കുമ്പോൾ അത് നന്നായിട്ട് പൊന്തി നല്ല പെർഫെക്റ്റ് കുബൂസായി കിട്ടും നമുക്ക്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കുബൂസിൻ്റെ കാണാൻ ഭംഗിയില്ലെങ്കിലും ഇത് വളരെ ടേസ്റ്റാണ്. കുബൂസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കത്തി വെച്ച് ചെറുതായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വിടർത്തിയെടുക്കാം. ഇത് രണ്ടാക്കി മാറ്റണ്ട, അവസാനം എത്തുമ്പോൾ ഒന്ന് നമുക്കത് നിർത്തണം. എല്ലാം നമുക്ക് അങ്ങനെ ചെയ്തു വെക്കാം. നമുക്ക് ഷവർമ്മ തയ്യാറാക്കാം. അതിനായി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി ഒന്നും കൂടെ കട്ട് ചെയ്യണം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എനിക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അതിങ്ങനെ കൈവച്ചിട്ട് പിച്ചി പിച്ചിടാനാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് കേബേജ് ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 1/4 കപ്പ് സബോള ചെറുതായി അരിഞ്ഞത്, അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുക്കുംബർ ആഡ് ചെയ്യണം. കുക്കുംബർ ഉപ്പിട്ട് വെച്ചതാണ്, അത് ഞാൻ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാൻ സെലറി ലീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സെലറി ലീവ്സിന് പകരം മല്ലിയിലയാലും മതി. പിന്നെ നമുക്ക് ഗാർലിക് പേസ്റ്റ് ആവശ്യാനുസരണം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 3 ടീസ്പൂണാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ഇടാവുന്നതാണ്. ഗാർലിക് പേസ്റ്റിന് പകരം മയോണൈസ് ആയാലും മതി. ഞാൻ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയത് ഒരു മുട്ടയുടെ വെള്ളയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് ചെറിയ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചു പതപ്പിച്ചു. അതിനുശേഷം ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും 1/2 കപ്പ് ഒലിവ് ഓയിലും ചേർത്ത് ചെറുതായി 2 പ്രാവശ്യം ബാക്കിലോട്ട് അടിച്ചു നിർത്തി. നമുക്കിനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുബൂസിലേക്ക് ഫില്ല് ചെയ്യാം. കുബൂസെല്ലാം നമ്മൾ കറക്റ്റാക്കി വെച്ചിരുന്നല്ലോ. ഇനി ഓരോ കുബൂസായിട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി ഷവർമയും ആവശ്യാനുസരണം ആഡ് ചെയ്യാം. അതിനുശേഷം മെല്ലെ ചുരുട്ടിയെടുക്കണം. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് ഇത് കവർ ചെയ്യാം. ഷവർമയും ഗാർലിക് പേസ്റ്റും നല്ലവണ്ണം ആഡ് ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക. അതുകൊണ്ട് ഞാനിതിലേക്ക് ആവശ്യാനുസരണം അത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഇങ്ങനെ തയ്യാറാക്കി വെക്കാം.
ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.